ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്, അതുപോലെ ഇൻഡോർ പ്ലാന്റ്, അതുപോലെ ബൊഗൈൻവില്ലകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. DTDC വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. പ്ലാന്റുകൾ അയച്ചു തന്നാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ പ്ലാന്റുകളൊക്കെ കിട്ടാൻ താമസിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ, അതായത് കേരളത്തിൽ എവിടെയായാലും 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അതുപോലെ ഔട്ട് ഓഫ് കേരള ആണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. അപ്പോൾ പ്ലാന്റുകളൊക്കെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ പ്ലാന്റുകൾക്ക് ആ സമയത്ത് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യുമോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരികയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് കമേലി പ്ലാന്റ് ആണ്. കമേലി പ്ലാന്റ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. കമേലി പ്ലാന്റിന്റെ വലിയ മദർ പ്ലാന്റിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡർ തന്നിരുന്നു, ഒരുപാട് ആൾക്കാർ ആ പ്ലാന്റുകൾ വാങ്ങിയിരുന്നു. അപ്പം അതിൽ നിന്ന് അത് കുറച്ച് വില കൂടിയ പ്ലാന്റ് ആണ്. ഏകദേശം 3200 രൂപയോളമാണ് ആ പ്ലാന്റ് നമ്മൾ വില പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു. പക്ഷേ ആ വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ചെറിയ പ്ലാന്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് കമേലിയുടെ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. നല്ല റോസാ പൂക്കൾ പോലെയുള്ള പൂക്കളാണ് കമേലിയുടെ പൂക്കളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പ്ലാന്റ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഏകദേശം ഒരു 1.5 അടിയൊക്കെ വലിപ്പം വരുന്ന വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഒരു സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 220 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന മരമുല്ലയാണ്. മരമുല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് മരമുല്ല. ഫ്ലവറൊക്കെ ആകാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ്. മരമുല്ലയുടെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു പൂക്കളാണ്. പൂക്കൾ ചെറുതാണെങ്കിലും അപാരമായ സ്മെല്ലുള്ള പൂക്കളാണ് മരമുല്ലയുടെ പൂക്കൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നല്ല സ്മെല്ലാണ് പൂക്കൾക്ക്. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല. നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുകയും അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് മരമുല്ലയുടെ പൂക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 120 രൂപയാണ് വില വരുന്നത്. അടുത്ത് വരുന്ന കാറ്റ്സ്ക്ലോ ആണ്. കാറ്റ്സ്ക്ലോ നമുക്ക് നല്ല രീതിയിൽ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ക്രീപ്പറായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ടോയെന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 3-4 വെറൈറ്റി ക്രീപ്പർ പ്ലാന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലവറിംഗ് പ്ലാന്റുകളാണ്. നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് പന്തൽ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന, അതല്ലെങ്കിൽ നമുക്ക് ആർച്ച് പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് ക്രീപ്പർ ചെടികളൊക്കെ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള കാറ്റ്സ്ക്ലോയുടെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാം ഫ്ലവറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. മുട്ടകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ് കാറ്റ്സ്ക്ലോന്റെ പ്ലാന്റുകൾ. ഇത് വരുന്നത് ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡ് നമുക്കറിയാം നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ നല്ല ഇങ്ങനെ ഒരു പന്തൽ പോലെയൊക്കെ നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ ആ പന്തലിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു രീതിയാണ് ഈ ഗോൾഡൻ കാസ്കേഡിന്റെ പൂക്കളൊക്കെ. ഞാനിവിടെ സൈഡിൽ ഇതിന്റെ പൂക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പൂക്കൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാകുക. നല്ല രീതിയിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഒരു മിക്കവാറും എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡിന്റെ ചെടികൾ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണ്, വലിയ വലിപ്പമൊന്നുമില്ല. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല മദർ പ്ലാന്റിനൊക്കെ നല്ല വിലയുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഗോൾഡൻ കാസ്കേഡിന്റെ പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 80 രൂപയാണ്. അവർ പെട്ടെന്ന് അറിയുക കേട്ടോ. അടുത്ത് വരുന്ന ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളർ കാണിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന യെല്ലോ കളറാണ്. നമ്മൾ ആദ്യമായിട്ട് യെല്ലോ കളർ കൊണ്ടുവരുന്നത്. നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൈഡലിൻ്റെ യെല്ലോ കളർ. നല്ല പൂക്കളുമാണ്. കണ്ടില്ല, നല്ല യെല്ലോ കളർ പൂക്കളൊക്കെ ആയി വരാൻ തുടങ്ങിയ ചെടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും 80 രൂപ തന്നെയാണ് കേട്ടോ. അടുത്ത് വരുന്ന മണിമുല്ലയാണ്. മണിമുല്ല നമുക്കറിയാം നല്ല രീതിയിൽ നല്ല പന്തൽ പോലെയൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തി വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല. അപ്പോൾ നല്ല പന്തൽ പോലെയൊക്കെ പൂക്കൾ കൊലൊക്കെ 1000കണക്കിന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ലയുടെ പൂക്കൾ എന്ന് പറയുന്നത്. നല്ല പന്തൽ പോലെ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് മണിമുല്ലയുടെ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 70 രൂപയാണ് കേട്ടോ.
അടുത്ത് വരുന്ന മാൻഡവില്ലയുടെ റെഡ് കളറാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ കടും റെഡ് കളറിൽ വരുന്ന പൂക്കളാണ് വരുന്നത്. ചെറിയ പ്ലാന്റ് ആണ്, ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്, വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് തന്നെയാണ്, ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്, ആവശ്യമുള്ളവർ അറിയിക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന, നല്ല ബോർഡർ, ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മിനിയേച്ചർ ചെത്തികൾ. അപ്പോൾ മിനിയേച്ചർ ചെത്തിയുടെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നിരനിരയായിട്ട് നമുക്ക് ഇങ്ങനെ ഗാർഡന്റെ ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെത്തിയാണിത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 60 രൂപയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന മുരായ പ്ലാന്റ് ആണ്. മുരായ നമുക്കറിയാം, നല്ല നമുക്ക് ഇൻഡോറിലൊക്കെ, അതായത് നമ്മുടെ ഷെയ്ഡ് ഭാഗത്തൊക്കെ, നമ്മുടെ സിറ്റൗട്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ മുരായ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉണ്ടാവും. ഇതുപോലെ പൂക്കളില്ലെങ്കിൽ തന്നെ ഇതുപോലെ നമുക്ക് വെട്ടി ഒതുക്കി ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇൻഡോറിൽ നമ്മുടെ സിറ്റൗട്ട് ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മുരായ പ്ലാന്റുകൾ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 230 രൂപയാണ് ഈ പ്ലാന്റിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നിക്കോഡിയാണ്. നിക്കോഡി നമുക്കറിയാം, നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നിക്കോഡി പ്ലാന്റുകൾ. ഒരുപാട് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വെള്ളം വേണ്ട, അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് 3, 4 അല്ലെങ്കിൽ 4, 5 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വാട്ടറിങ് ചെയ്താൽ മതി. ആ നിക്കോഡിയ പ്ലാന്റിന്റെ പ്രത്യേകത അതാണ്. എത്രയും കൂടുതൽ, എത്ര വെയിൽ കിട്ടുന്നോ അത്രയും കൂടുതൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. വെള്ളം വളരെ കുറച്ച് മാത്രം കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നിക്കോഡിയ പ്ലാന്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല മദർ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 300 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന ബൊഗൈൻവില്ലയുടെ ഒരു 3-4 വെറൈറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റ് ആണ്, ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. ഫ്ലവർ എല്ലാത്തിലായിട്ടുള്ള റൂബി റെഡ് ആണ് കേട്ടോ. റൂബി റെഡിന്റെ ചെറിയ കവർ സൈസ് പ്ലാന്റ്. ഒരുപാട് ആൾക്കാർ കവർ സൈസ് പ്ലാന്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂബി റെഡിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട്. പൂക്കൾ എല്ലാത്തിലും ഉണ്ടാവില്ല, ഇതുപോലെ ഫ്ലവർ ഉണ്ടാവണമെന്നില്ല കേട്ടോ. എല്ലാത്തിലും ഫ്ലവർ ആയിട്ടില്ല, മഴയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടൈമാണ്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു പ്ലാന്റുമാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഏകദേശം വരിക. അപ്പോൾ എല്ലാത്തിലും ഇത് പ്ലാന്റ് ഏകദേശം ഇതേ സെയിം സൈസ് തന്നെയാണ് വരിക. അപ്പോൾ ഫ്ലവർ എല്ലാത്തിലും ഒരുപോലെ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ പൂക്കളുടെ കളർ കാണിക്കാൻ വേണ്ടി ഞാൻ ഫ്ലവറായ ഒരു ചെടി എടുത്തതേ ഉള്ളൂ. നല്ല ബീട്രൂട്ട് കളറിൽ ഫ്ലവർ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റൂബി റെഡ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ്. ഫയറോപ്പാൽ, അതുപോലെ ഫ്ലൈം റെഡ്, അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റൂബി റെഡിന്റെ വെറൈറ്റികളൊക്കെ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്. 150 രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. ഇത് അഡർണയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഡർണയുടെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ 3 കളറിലാണ് അഡർണയുടെ പൂക്കൾ വരിക. അപ്പോൾ പൂക്കൾ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഫ്ലവർ ആയിട്ടില്ല കേട്ടോ, ഫ്ലവർ ആകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നേ ഉള്ളൂ. എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റുകളാണ്. സ്റ്റെമ്മൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റെമ്മുകളാണ് വരുന്നത്. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 650 രൂപയാണ് അഡറിന്റെ വില വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന മഹാറാണിയാണ് കേട്ടോ. മഹാറാണി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്ലാന്റ് ആണ്. വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ മഹാറാണിയുടെ പ്ലാന്റുകൾ. അപ്പോൾ മഹാറാണിയുടെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 3-4 കളറിലൊക്കെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മഹാറാണി. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഒരു ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 650 രൂപ തന്നെയാണ് മഹാറാണിക്കും വരുന്നത് കേട്ടോ. നമുക്കറിയാം വിലയുള്ള പ്ലാന്റുകളാണ്. 1000-1500 രൂപയൊക്കെ വലിയ പ്ലാന്റിന് വില വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 650 രൂപയാണ്. അടുത്ത് വരുന്ന ബട്ടർ കപ്പാണ് കേട്ടോ. ബട്ടർ കപ്പിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് തന്നെയാണ് വരുന്നത് ബട്ടർ കപ്പും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 550 രൂപയാണ്. വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം. വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 550 രൂപയാണ് ബട്ടർ കപ്പിന് വരുന്നത്. അടുത്ത് വരുന്ന അരീക്കപ്പാമാണ്. അരീക്കപ്പാമിന്റെ ചെറിയ തൈകളാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ഷൂട്ടുകളുള്ള, നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ, ഒരുപാട് ഷൂട്ടുകളുള്ള നിറയെ തിക്കായിട്ട് നിൽക്കുന്ന പോട്ടാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാം വെറൈറ്റി ആണ് അരീക്കപ്പാമിന്റെ ഈ ഒരു വെറൈറ്റികളൊക്കെ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 160 രൂപയാണ് ഇതിന്റെ വില വരുന്നത്.
അടുത്ത് വരുന്ന സ്റ്റാർലൈറ്റ് ആണ്. സ്റ്റാർലൈറ്റിന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഷെയ്ഡ് ഭാഗത്തൊക്കെ അതുപോലെ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സ്റ്റാർലൈറ്റിന്റെ പ്ലാന്റുകൾ. ചട്ടിയിലൊക്കെ നല്ല ബുഷാക്കി നമുക്ക് വെട്ടി ഒതുക്കിയൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 120 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ